ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 33ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. 10 ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഇന്നത്തെ ഫാം വർക്കർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നും നിസ്സാരമായിട്ട് കാണണ്ട, 5 മിനിറ്റ് 10 മിനിറ്റത്തെ ക്ലാസ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിടണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 2022-23 കറണ്ട് അഫെയറിൻ്റെ 75 ടോപ്പിക്കോളം ഒക്കെ ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്നും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 75 ടോപ്പിക്ക് ഞാൻ ക്ലാസ്സായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറ്റിയെങ്കിൽ കുറേശ്ശൊക്കെ ആയിട്ട് കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഓടിച്ച് കണ്ടാൽ മതി. ഓക്കെ, പിന്നെ അതുകൂടാതെ നമ്മുടെ നാച്ചുറൽ സയൻസ് അങ്ങനെയുള്ള കുറേ ഏരിയകളിൽ നിന്നും ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിച്ച് തന്നെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നത് ഏത് സാഹിത്യകാരൻ്റെ ആത്മകഥയാണ്? സേതുവിൻ്റെ ആത്മകഥയാണ് കേട്ടോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നത് ഏത് സാഹിത്യകാരൻ്റെ ആത്മകഥയാണ്? സേതു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ എന്നത് ഭാരത് എന്ന് ആക്കണമെന്ന് ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച NCERT പുസ്തക പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനായ മലയാളി പ്രൊഫസർ CI ഐസക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ എന്ന് മാറ്റിയിട്ട് ഭാരതം എന്നാക്കണം എന്നുള്ളൊരു ഇതൊക്കെ നിങ്ങൾ പത്രവാർത്തയിലൂടെയൊക്കെ കണ്ടു കാണും അല്ലേ. അപ്പോൾ ആ ശുപാർശ നമ്മുടെ ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത് NCERT പുസ്തക പരിഷ്കരണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹം ആരാണ്? CI ഐസക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, അന്തരിച്ച MS സ്വാമിനാഥൻ്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ട തമിഴ്നാട്ടിലെ കോളേജ് തഞ്ചാവൂർ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരിച്ച MS സ്വാമിനാഥൻ്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെട്ട തമിഴ്നാട്ടിലെ കോളേജ് ഏതാണ്? തഞ്ചാവൂർ അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് നൽകുന്ന മഹാത്മാ പുരസ്കാരം 2022-23 നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പെരിങ്കടവിള തിരുവനന്തപുരമാണ്. പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2022-23 മഹാത്മാ പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത്. എന്തിനാണ് കിട്ടുന്നത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാണ്. നമ്മൾ സ്വരാജ് പറഞ്ഞപ്പോൾ ഈ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വിട്ടുപോയതാണ് കേട്ടോ. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ തന്നെയാണ്, പക്ഷേ ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കിയാൽ മതി കേട്ടോ. പെരിങ്കടവിള തിരുവനന്തപുരം ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, നഗരമേഖലകളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം 2022-23 നേടിയ നഗരസഭ വടക്കാഞ്ചേരിയാണ്. തൃശ്ശൂരിലെ വടക്കാഞ്ചേരിക്കാണ് കിട്ടിയിട്ടുള്ളത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. എന്തിനാണ്? നഗരമേഖലകളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. അത് ഏത് നഗരസഭയ്ക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്, തൃശ്ശൂർ ജില്ല. ഓക്കെ, ആറാമത്തെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി 2024 ഫെബ്രുവരിയിൽ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കറാണ്. ഓക്കെ, ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് 2024 ഫെബ്രുവരിയിൽ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? AM ഖാൻവിൽക്കർ ജസ്റ്റിസ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് 2024 ഫെബ്രുവരി 6-നാണ്. ഓക്കെ, ഈ UPSC, SSC, റെയിൽവേ, നീറ്റ്, JEE അങ്ങനെയുള്ള പരീക്ഷകളുണ്ടല്ലേ, കേന്ദ്ര തലത്തിലുള്ള പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളൊക്കെ തടയണം എന്നുള്ള ലക്ഷ്യത്തോടുള്ള ഒരു ബില്ലാണ് കേട്ടോ. ഇത് 2024 ഫെബ്രുവരി 6-നാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ പരമാവധി 10 വർഷം തടവും അതുപോലെ തന്നെ 1 കോടി രൂപ വരെ പിഴയൊക്കെ ചുമത്തുമെന്ന് ഈ ബില്ല് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 10 വർഷം വരെ തടവ്, 1 കോടി രൂപ വരെയൊക്കെ പിഴ ഇത്തരം കുറ്റവാളികൾക്ക് ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഉള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ ഈ ബില്ല് പ്രകാരം DYSP അല്ലെങ്കിൽ ACP റാങ്കിൽ കുറയാത്തവരായിരിക്കണം ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ പൊതുപരീക്ഷ അതായത് അന്യായ മാർഗങ്ങൾ തടയൽ ബില്ലാണ് ലോക്സഭ പാസ്സാക്കുന്നത് റീസെൻ്റ് ആയിട്ടാണ്. 2024 ഫെബ്രുവരി 6-ാം തീയതിയാണ്. അപ്പോൾ കേന്ദ്ര തലത്തിലേക്ക് ഉള്ള പൊതു നിയമന പരീക്ഷകളുണ്ടല്ലോ,
അപ്പോൾ അതിലെ ക്രമക്കേടുകൾ തടയുക എന്നാണ് ഉദ്ദേശം. ഇത്തരത്തിൽ പെട്ടിട്ടുള്ള കേസുകളിൽ 10 വർഷം തടവ്, അതുപോലെ തന്നെ 1 കോടി രൂപ വരെയൊക്കെ പിഴ ചുമത്തുന്നുണ്ട്. ചുമത്തും എന്ന് ഈ ബില്ല് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DYSP ACP റാങ്കിൽ കുറയാത്തവരായിരിക്കണം ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, അന്വേഷിക്കേണ്ടത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, തമിഴ് സിനിമാ താരം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. ഒരു തവണ കമലഹാസൻ്റെ ഒക്കെ പാർട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതുകൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കാം. തമിഴ് സിനിമാ താരം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. ഇനി 9ാമത്തെ ചോദ്യം, CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? അദ്ദേഹം 2024 ഒരു സംസ്ഥാനത്തെ ഗവർണറായിട്ട് ചുമതലയേറ്റു, ജാർഖണ്ഡിലെയാണ്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ 2024 ഫെബ്രുവരിയിൽ രാജിവെച്ചു. അപ്പോൾ മുമ്പുണ്ടായത് ഹേമന്ത് സോറനാണ്. അദ്ദേഹം രാജിവെച്ചതിൻ്റെ ശേഷം അപ്പോയിൻറ്റ് ചെയ്തതാണ് CP രാധാകൃഷ്ണനെ. ജാർഖണ്ഡാണെന്ന് ഓർത്തിരിക്കുക. ഇനി 10ാമത്തെ ചോദ്യമാണ്, 2024 ഫെബ്രുവരിയിൽ ഏത് മേഖലയിലാണ് 100% വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ അംഗീകാരം നൽകിയത്? ബഹിരാകാശ ഗവേഷണത്തിനാണ്. അപ്പോൾ 2024 100% വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ അംഗീകാരം നൽകിയത് ബഹിരാകാശ ഗവേഷണ മേഖലയ്ക്കാണ് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും എന്ന് തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്